ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇവ സ്കൂളിൽ പോയതിന് ശേഷമാണ് കേട്ടോ. ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഉച്ചക്കൽക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞാനിതാ ഇന്നത്തെ ക്ലീനിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് കിച്ചണിലാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ചെയ്യാൻ ആഗ്രഹവും അതുപോലെ തന്നെ ചെയ്ത് എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കുന്ന കൺഫ്യൂഷനും ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ കിച്ചൺ എന്ന് പറയുന്നത്. കാരണം കിച്ചണിലാണ് എനിക്ക് അത്യാവശ്യം പണികൾ വരുന്നത്. ഒരുപാട് സ്ഥലം കിച്ചൺ അത്യാവശ്യം സ്പേസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലം നമുക്ക് ക്ലീൻ ചെയ്യാനും ഉണ്ടാവും കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ വീടാണെങ്കിലും വലിപ്പം കുറയാണ് നമുക്ക് നല്ലത് അല്ലേ. കാരണം വലിപ്പം കൂടുന്നിടത്തോളം അതൊക്കെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടും നമുക്ക് വരുമല്ലോ. കുഞ്ഞു വീടാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടല്ലേ ക്ലീൻ ചെയ്യാനുണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ കിച്ചൺ എനിക്ക് അത്യാവശ്യം വലിപ്പമുണ്ട്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്ലീൻ ആക്കാനും ഉണ്ട്. ആദ്യം തന്നെ ഞാൻ തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു കബോർഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യം അതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തെടുത്തിട്ട് പിന്നെ അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ ഇനി അത് റീഫില്ല് ചെയ്തെങ്ങാണ്ട് തിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ എടുത്ത് വെക്കുമ്പോഴും ഞാൻ മൊത്തത്തിൽ കൺഫ്യൂഷനായിട്ടാണ് കേട്ടോ. ഇനി ഇത് എങ്ങനെയൊക്കെ തിരിച്ച് വെക്കും, എവിടെയൊക്കെ വെക്കും എന്നുള്ളത്. എനിക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കിച്ചണിലത്തേക്കോട്ടെ, റൂമിലത്തേക്കോട്ടെ, ഹാളിലത്തേക്കോട്ടെ, എന്ത് സാധനങ്ങളായിക്കോട്ടെ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം ഇങ്ങനെ മാറ്റി മറിച്ചും വെക്കണം കേട്ടോ. എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. നമ്മളിപ്പോൾ ബെഡ്റൂമിലെ കട്ടിൽ തന്നെ ഉണ്ടോ തിരിച്ചിട്ടിരിക്കുന്നത്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ സ്ഥാനമൊക്കെ ഒന്ന് മാറ്റി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് സ്ഥാനം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെയുള്ള സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻ്റ് ആക്കണേ. എനിക്കങ്ങനെ ഒരു തുണികളായിക്കോട്ടെ, ഇപ്പോൾ കാക്കു നാട്ടിലുണ്ടായിരുന്ന ടൈമിലൊക്കെ കാക്കുവിൻ്റെ തുണികളൊക്കെ ഞാൻ ഒരു ദിവസം ഒരാഴ്ച ഒരു മുകളിലത്തെ ഷെൽഫിലാണ് കാക്കുവിൻ്റെ തുണികളെന്നുണ്ടെങ്കിൽ പിറ്റത്തെ ആഴ്ച അത് താഴത്തെ ഷെൽഫിലേക്ക് മാറ്റിയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് കാക്കു തിരയുമ്പോൾ ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാക്കു പറയും, ഈ എൻ്റെ തുണികൾ ഈ എവിടേക്കാറ്റ് മാറ്റി വെക്കേ എന്തുവാണേലും ചെയ്തു, പക്ഷെ എൻ്റെ തുണികളുമ്പോൾ തുടരുത്, എനിക്ക് തിരഞ്ഞ് നടക്കാൻ വയ്യ എന്ന് പറയും കേട്ടോ. അങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഓരോന്നും മാറ്റിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ ഞാൻ കിച്ചണിൽ ഇന്നിപ്പോൾ മൊത്തത്തിൽ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും വെച്ചതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ 2 ദിവസം മുമ്പേ കാക്കു ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് കാക്കു ഞാനും കൂടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കിച്ചണ് ക്ലീൻ ആക്കിയിട്ടേ ഒക്കെ ബോട്ടിലും കാര്യങ്ങളിലും ആക്കി വെക്കുമെന്ന് വിചാരിച്ച് ഈ ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അത് ഞാൻ കിച്ചണിൽ വെക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഈ പൊട്ടിച്ചാത്ത പാക്കറ്റും അതുപോലെ തന്നെ പൊട്ടിച്ച് ബാലൻസ് വന്ന പാക്കറ്റും ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ ഇട്ട് വെക്കുന്നത് ഈ ഒരു ബാസ്ക്കറ്റിലാണ് കേട്ടോ. എന്നാൽ അവിടെ ഇവിടെ ഇങ്ങനെ തിരികെ വെക്കുന്ന ആ ഒരു സ്വഭാവം നമുക്ക് മാറ്റാം കേട്ടോ. ഓരോ പാക്കറ്റും ചുമരക്കൂട്ടിലും അവിടെ ഇവിടെ, ചുമരക്കൂട് മീൻസ് ഷെൽഫ് കേട്ടോ, കബോർഡ് എന്നൊക്കെ പറയുമല്ലോ, അത് നമ്മളിവിടെ ചുമരക്കൂട് എന്നട്ടോ പറയുക. അപ്പോൾ അത് കൂടെയൊക്കെ തിരികെ വെക്കുന്ന ആ ഒരു സ്വഭാവം നമുക്ക് മാറ്റാം. ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിൽ പൊട്ടിച്ച് അതിൻ്റെ ബാലൻസ് ആയിക്കോട്ടെ, വാങ്ങിക്കൊണ്ടുവന്ന് പൊട്ടിച്ചാനുള്ളതായിക്കോട്ടെ, ആ ഒരു ബാസ്ക്കറ്റിൽ വെക്കുകയാണെങ്കിൽ നമുക്കതിൽ തിരഞ്ഞോക്കിയാൽ മതി കേട്ടോ. വേറെ എവിടെയും തിരയേണ്ട ആവശ്യമില്ല. അപ്പോൾ അന്ന് ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് അതെല്ലാം ഞാൻ ആ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് കിച്ചൻ്റെ ചുള്ളിപ്പണി കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഓരോ ബോട്ടിലൊക്കെ കഴുകി ബോട്ടിലൊക്കെ ആക്കിങ്ങാണ്ട് തിരിച്ച് റീഫില്ല് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഇനി ഓരോന്നായിട്ട് പാക്ക് ചെയ്യാന്ന് പറയുന്നത് ബോട്ടിൽ കൂടെയും കാര്യങ്ങൾ കൂടെ ഒക്കെ ആക്കുകയെന്ന് കേട്ടോ. ഓയിൽ, ഉഴുന്ന്, ഉപ്പ്, അതുപോലെ മൈദ, പിന്നെ ഇപ്പം എന്താ സ്പൈസസ് ഉണ്ടല്ലോ, ഗരം മസാലൻ്റെ അത് പട്ട, ഗ്രാമ്പ് അങ്ങനെയുള്ളതുകൾ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ച് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ ഭാഗങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അതൊക്കെ ഇനി വഴിയെ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് സ്റ്റോർ റൂം ഇല്ലയെന്നുണ്ടെങ്കിലും ഞാൻ കാക്കുവിനോട് വീടിരിക്കുക എന്ന് പറയുന്നത്, വീട് പണി നടക്കുന്ന ടൈമിൽ കാക്കുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ പ്ലാനിൽ നമുക്ക് സ്റ്റോർ റൂം ഉണ്ട്, പക്ഷെ നമ്മൾ കിച്ചൺ ഒന്ന് തിരിച്ച് പണിഞ്ഞതുകൊണ്ട്
സ്റ്റോർ റൂം ഒഴിവാക്കിയിട്ട് ഈ ഒരു ഏരിയ നമ്മൾ മൊത്തത്തിൽ കബോർഡും കാര്യങ്ങളും കൊടുത്തിക്കാണ് കേട്ടോ. കാക്കുവിനോട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം അതായിരുന്നു കേട്ടോ, എനിക്ക് കിച്ചണിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസസ് വേണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. കബോർഡും കാര്യങ്ങളും എത്ര സ്ഥലം വേണമെങ്കിലും നമുക്ക് കിച്ചണിലുണ്ട്. 2 കിച്ചണിനോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കുറച്ച് അവിടെയും കുറച്ച് ഇവിടെയും അങ്ങനെയായിട്ട് കിച്ചണ് അവിടെ ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണ്ടേ. അപ്പോൾ അത് കാരണം എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒറ്റ കിച്ചണ് തന്നെ ആക്കിയിട്ട് ഉള്ള കിച്ചൺ അത്യാവശ്യം സ്പേസിലാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിച്ചതായിരുന്നു കേട്ടോ. നമ്മുടെ വീടിരിക്കലിന് വന്നപ്പോഴും വീട് കാണാൻ വന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് നമ്മുടെ കിച്ചണായിരുന്നു കേട്ടോ. എല്ലാത്തിനും ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇനിയിപ്പോൾ അത് അത്യാവശ്യം ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓരോന്നോരോന്ന് സംസാരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൈദ ഞാൻ ആദ്യം ഒരു ബോട്ടിലിൽ ഇട്ട് നോക്കി. അപ്പോൾ അതിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നോമ്പിനൊക്കെ നമുക്ക് എന്തായാലും സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് മൈദയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്, ഒരുപാട് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ഉറയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് വരുമല്ലോ, ഇങ്ങനെ പൊടികളൊക്കെ കുറച്ച് കുറച്ച് ആവശ്യത്തിനനുസരിച്ചിട്ട്. ഇനി നോമ്പിന് കുറച്ചുകൂടി ദിവസം ഉണ്ടല്ലോ, അപ്പോൾ അപ്പോഴേക്കും പിന്നെ കുറച്ചുകൂടെ വാങ്ങിക്കാൻ വിചാരിച്ചിട്ടാണ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ കേട്ടോ. ഇപ്പോഴല്ലേ സ്റ്റോർ റൂമും കാര്യങ്ങളും ഒക്കെ ഉള്ളതില്ലേ. പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളിവിടെയൊക്കെ മഞ്ച എന്ന് പറയും കേട്ടോ. പത്തായെന്നൊക്കെ അതിനാണോ പറയുക എന്നുള്ളത് എനിക്കറിയില്ല. പത്തായെന്നൊക്കെ അതിനെന്നെയാണ് തോന്നുന്നു പറയുക. നമ്മളവിടേക്കൊക്കെ മഞ്ചാന്നാട്ടോ അതിന് പറയുക. സ്റ്റോർ റൂമിൻ്റെ ഉപയോഗം ഉള്ള ഒരു സാധനമായിരുന്നു കേട്ടോ. അതിലില്ലാത്ത ഒന്നും ഉണ്ടാവില്ല. എല്ലാ സാധനങ്ങളും അതിലായിരിക്കും കൊണ്ടുപോയിടുക. എന്നിട്ട് അതിൻ്റെ അടപ്പടച്ചിട്ട് അതിന്മേൽ ഇരിക്കുകയും ചെയ്യുമല്ലേ. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഇവിടെ മേലെ മീൻസ് തറവാട്ട് വീട്ടിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഈ മഞ്ച എന്ന് പറയുന്ന സാധനം. അതിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഈ പൊടികളായിക്കോട്ടെ, അതുപോലെ തന്നെ പുളിയും അങ്ങനെ എല്ലാതും നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന ഒരു സ്ഥലമായിരുന്നു അല്ലേ. ഇപ്പോഴൊക്കെ അല്ലേ സ്റ്റോർ റൂമും അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് ഷെൽഫും കാര്യങ്ങളും അതൊക്കെ ഇപ്പോഴല്ലേ വന്നത്. അന്നത്തെ വീടുകൾക്കൊന്നും അതില്ലല്ലോ. ഇങ്ങനെ ഓരോന്നും മഞ്ചി അങ്ങനത്തെ കൂടിയൊക്കെ അല്ല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിയാണല്ലേ അതൊക്കെ ഇപ്പോഴും ആലോചിക്കുമ്പോൾ. ഇപ്പോഴും തറവാട്ട് വീട്ടിൽ മേലെ അത് കാണുമ്പോൾ അങ്ങനെ വിചാരിക്കട്ടോ. എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ വന്നപ്പോഴും അതുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മളുടെ ഫില്ലാക്കലും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒക്കെ കബോർഡിലേക്കൊന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഒരു ഐഡിയ അല്ല കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിന്ന് തിരിഞ്ഞും പറഞ്ഞൊക്കെ ആലോചിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇത് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ മുകളിൽ നമ്മൾ മുളക് പൊടി, അതുപോലെ തന്നെ പഞ്ചസാര, മഞ്ഞൾപ്പൊടി അതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ കബോർഡിൽ നമ്മൾ ഓയിൽ, അതുപോലെ ഫെയറി, വിനാഗിരി അങ്ങനെ ആ ഒരു ഐറ്റംസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത് ബിരിയാണി അരി, അതുപോലെ മൈദ, കാശ്മീരി ചില്ലി അങ്ങനെ വലിയ വലിയ ബോട്ടിൽസ് ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ അങ്ങനെ അതൊക്കെ ആ ഒരു എന്താ പറയുക സ്പേസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ ആണോ നിന്ന് തിരിയണുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കണം കേട്ടോ. ഇനി ഇപ്പുറത്ത് എന്ത് വെക്കും അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനിൽ ആലോചിക്കുകയാണ്. പിന്നെ ഇതാ ഇപ്പുറത്ത് നമ്മളുടെ ഉപ്പ്, അതുപോലെ മുളക്, പിന്നെ എന്താ പറയുക പാൽപ്പൊടി, അതുപോലെ തന്നെ എന്താ പറയുക മുതിര അങ്ങനെയുള്ള ഐറ്റംസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഷെൽഫ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെസ്സായിട്ടുണ്ടാകുന്നു കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ നേരാക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഇനിയിപ്പോൾ ഏതായാലും നനച്ചുള്ളിപ്പണി വരികയല്ലേ, അപ്പോൾ ഒന്നിച്ച് നേരാക്കാം വിചാരിച്ചിട്ട് അങ്ങനെ എനിക്ക് കൂടുതലായിട്ട് മെസ്സായി കഴിഞ്ഞാൽ എനിക്ക് ഇടക്ക് അതൊന്ന് ക്ലീൻ ആക്കണം കേട്ടോ. ഈ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ വൈറ്റ് പെയിൻറ്റ് തന്നെയായിരുന്നു കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിങ്ങനെ നമ്മൾ ഈ ബോട്ടിലും കാര്യങ്ങളൊക്കെ വെക്കുന്ന ടൈമിൽ ഇങ്ങനെ ഓരോന്നാവാൻ തുടങ്ങിയപ്പോൾ താഴത്ത് കൂടി ഇങ്ങനെ അതാ വെക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ അതിൻ്റെ പൊടികളും കളറും കാര്യങ്ങളൊക്കെ ആവാൻ തുടങ്ങിയപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ ഈ ഒരു ആഷ് കളർ പെയിൻറ്റ് അതിൻ്റെ ഉള്ളിൽ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു എന്താ പറയുക ഈ ഒരു കൊട്ട പോലെ ഉണ്ടല്ലോ ഉള്ളിട്ട് വെക്കുന്ന ഈ ഒരു അത് നമ്മളുടെ സിങ്ക് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് കേട്ടോ. പക്ഷെ അത് അതിൽ വെക്കുമ്പോൾ നമുക്ക് പാത്രം കഴുകാനൊക്കെ ഭയങ്കര എന്താ പറയുക ഒട്ടും കംഫർട്ടല്ല കേട്ടോ പാത്രം വെക്കുക. ഇതിൽ വെക്കുമ്പോൾ പാത്രം കഴുകാൻ. അപ്പോൾ ഞാനത് ഉള്ളിക്കൊട്ടയിട്ട് എന്താ പറയുക എടുത്തേക്കാന്ന് കേട്ടോ. ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഒക്കെ ചോദിക്കും കേട്ടോ, ഉള്ളിക്കൊട്ടല്ലേ, അതുപോലെ പാത്രം വെക്കണ സ്റ്റാൻഡ് ഇല്ലേ എന്നൊക്കെ. ഉള്ളിക്കൊട്ട ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഒന്നാമത് വാങ്ങിച്ചു കഴിഞ്ഞാലും അത് 3 തട്ടുള്ളതൊക്കെ ആവില്ലേ. അപ്പോൾ അത് വെക്കാനുള്ളൊരു സ്പേസ് ഇല്ല. എല്ലാ റാക്കിനും ഇടയിൽ കൂടെ ഓരോ തട്ട് കൊടുത്ത് കാരണം ഒറ്റ തട്ടായിട്ടുള്ള റാക്ക് കുറവാണ് കേട്ടോ.
അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടില്ല. ഉള്ളി മാത്രമല്ലേ നമ്മൾ പുറത്ത് വെക്കുള്ളൂ. തക്കാളി, പച്ചമുളക് അതൊക്കെ നമ്മൾ ഫ്രിഡ്ജിലല്ലേ വെക്കുക. അപ്പോൾ പിന്നെ ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ആ ഒരു സ്ഥലത്ത് നമ്മൾ അവിടെ ഒരു പ്ലഗ് കാണാനുണ്ടോ മുകളിൽ. ഇപ്പോൾ ആ ഒരു ഒഴിഞ്ഞ ആ ഒരു സ്ഥലത്ത് അവിടെ നമ്മൾ കാക്കൂന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഓവന് വാങ്ങണം എന്നുള്ളത്. ഇൻഷാ അള്ളാ എന്തെങ്കിലുമൊക്കെ മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് കരുതിയിട്ട് നമ്മളവിടെ വയറിങ്ങിൻ്റെ പണി നടക്കുന്ന ടൈമിൽ അവിടെ അതിനുള്ള പ്ലഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ താഴെ കറണ്ട് അടുപ്പ് എന്തായാലും വാങ്ങും എന്നുള്ളത് നമ്മൾ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീട് പണി നടക്കുന്ന ടൈമിൽ കറണ്ട് അടുപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അതിനുള്ള ഓരോന്നിനും അതിൻ്റേതായ പ്ലഗും കാര്യങ്ങളൊക്കെ നമ്മൾ വയറിങ് നടക്കുന്ന ടൈമിൽ ചെയ്ത് വെച്ചത് കാരണം നമുക്ക് പിന്നീട് അതിന് വേണ്ടിയിട്ട് എന്താ പറയുക അതിന് സ്ഥലമില്ലല്ലോ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ. ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ ഓരോന്നിനും അതിൻ്റേതായ സ്ഥലം നമ്മൾ കരുതി വെച്ചത് കാരണം വീട് പണിയെടുക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ വയറിങ് നടക്കുന്ന ടൈമിൽ മിക്സി എവിടെ വെക്കുന്നത്, കറണ്ട് അടുപ്പ് എവിടെ വെക്കുന്നത്, ഓവൻ വാങ്ങുന്നുണ്ടെങ്കിൽ അതെവിടെ വെക്കുന്നത്, ഫ്രിഡ്ജിന് എവിടെയാണ് സ്പേസ്, വാഷിംഗ് മെഷീനിന് എവിടെയാണോ സ്പേസ്, അതൊക്കെ നോക്കിയിട്ട് അതിനുള്ള പ്ലഗ് ആദ്യമേ കൊടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് യൂസ്ഫുള്ളാവും കേട്ടോ. ഇനിയിപ്പോൾ അതാ അരി, പച്ചരി, ഗോതമ്പ് പൊടി, അരിപ്പൊടി അതൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ ആ സ്പേസിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു കോർണറിൻ്റെ ആ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും അങ്ങനെ അധികം സാധനങ്ങളൊന്നുമില്ല. കുറച്ച് കവറോ അങ്ങനെ ഒഴിവാക്കിയ ബോട്ടിൽ അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ വേറെ വേറെ ഇതിൽ കൂടി ആക്കണം. ആവശ്യമില്ലാത്ത കുപ്പികളൊക്കെ നമുക്ക് ഒരു കവറിലോ ചാക്കിലോ എന്തിലേലും ഇട്ടുങ്ങാണ്ട് അങ്ങനെ എന്താ പറയുക പഴയ സാധനങ്ങളൊക്കെ കൊടുക്കാനോ അങ്ങനെ വരുമല്ലോ. അങ്ങനെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വീട്ടിൽ നിന്ന് അങ്ങ് ഒഴിവാക്കി ഇട്ടോളൂ കേട്ടോ. ഇനി അവിടെയൊക്കെ ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ എല്ലായിടത്തും പൊടിയും തട്ടിയെടുക്കുന്നത്. എന്നാൽ നല്ല യൂസ്ഫുള്ളായിട്ട് എല്ലായിടത്തുനിന്നും പൊടി നന്നായിട്ട് പോന്ന് കിട്ടുകയും ചെയ്യും. ചൂലുകൊണ്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടി തട്ടിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. ഈ ഒരു ബ്രഷ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിക്കുന്ന ആ ഒരു ബ്രഷ് ഇനിയിപ്പോൾ അത് അവിടെ ഞാൻ മൊത്തത്തിലൊന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ എങ്ങനെ വെക്കും എന്ത് വെക്കും എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ ആണ് കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെയൊക്കെ വെച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതൊക്കെ ഇനി അവിടെ തന്നെ ആയിരിക്കും എന്നൊന്നും വിചാരിക്കരുത്. അടുത്ത ആഴ്ച ചിലപ്പോൾ എനിക്കിനി ഇത് ഇവിടുന്ന് അടുത്തെങ്ങാണ്ട് അപ്പുറത്തേക്ക് വെക്കാൻ തോന്നും. അപ്പോൾ ഞാനിത് ഇവിടുന്ന് എടുത്തിട്ട് അപ്പുറത്തേക്ക് വെക്കും കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവമാണ്. ഇനിയിപ്പോൾ ആ ഒരു ഭാഗത്ത് കണ്ടോ മൊത്തത്തിൽ ഗ്ലാസ്സാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വീടിരിക്കുന്ന ടൈമിൽ ഇവിടെ ആയിരുന്നു കേട്ടോ ഞാൻ ബോട്ടിൽസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരേപോലത്തെ ആ കുപ്പികളുണ്ടല്ലോ ആ കുപ്പികളൊക്കെ ഞാൻ ഇവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കാണാൻ ഒന്നുകൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നി അവിടെ വേണ്ട, അതിൻ്റെ ബാക്കിലപ്പോൾ ഒരുപാട് സ്പേസ് വെറുതെ കിടക്കുകയല്ലേ, ആ കുപ്പികൾ എടുത്തുങ്ങാണ്ട് ഷെൽഫിക്ക് വെക്കുക, ഇവിടെ ഇങ്ങനെ ഗ്ലാസ്സോ പാത്രങ്ങളോ എന്തെങ്കിലും വെക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദാ ഇവിടെ ഞാൻ ചായ കുടിക്കാനുള്ള കപ്പുകളുണ്ടല്ലോ അത് ഇവിടേക്ക് വെച്ചു കേട്ടോ. അപ്പുറത്ത് ജ്യൂസിൻ്റെ ഗ്ലാസ്സുകളും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടായിട്ട് തരം തിരിച്ചു. ആദ്യം ഒക്കെ ഒന്നിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ അപ്പുറത്ത് ജ്യൂസും എൻ്റെ ഗ്ലാസ്സുകളും ഇപ്പുറത്ത് ചായക്കപ്പുകളും അങ്ങനെ മാറ്റി വെച്ചു കേട്ടോ. ഇത്രയാണ് കേട്ടോ എൻ്റെ അടുത്തുള്ള ചായക്കപ്പുകൾ. ഇതാണ് ജ്യൂസിൻ്റെ. ഈ ജ്യൂസിൻ്റെ എന്താ പറയുക ഗ്ലാസ്, അതുപോലെ ഈ ജഗ്, പിന്നെ കാസറോള് ഇതൊക്കെ നമുക്ക് വീടിരിക്കലിന് കിട്ടിയതാണ് കേട്ടോ. അതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഡിന്നർ സെറ്റ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വീടിരിക്കലിന് ഗിഫ്റ്റായിട്ട് തന്നവരൊക്കെ എനിക്കൊരുപാട് ഉപയോഗമുള്ള സാധനങ്ങളാണ് കേട്ടോ തന്നിട്ടുള്ളത്. ഇതൊക്കെ കണ്ടോ, ഇതാണ് കേട്ടോ എൻ്റെ ക്രോക്കറി കളക്ഷൻ എന്ന് പറയുമല്ലോ, അങ്ങനെ തന്നെ അല്ലേ പറയാൻ തോന്നുന്നു കേട്ടോ. അതാണ് കേട്ടോ ഇത് എനിക്ക് കിട്ടിയിട്ടുള്ള. നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടണ പാത്രങ്ങൾ, ക്രോക്കറി എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാവില്ല എന്ന് പറയില്ല. നമുക്ക് പൊട്ടണ പാത്രങ്ങൾ എന്ന് പറഞ്ഞാലും കേട്ടോ സെറ്റാവുക. അപ്പോൾ ആ പൊട്ടുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അതിനിപ്പോൾ എന്ത് സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിൽ പോലും ചിലർക്ക് വീടിരിക്കൽ കണ്ടിട്ടില്ലേ ഒരുപാട് കുക്കറുകൾ, അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക ഫാനുകൾ, അങ്ങനെയൊക്കെയല്ലോ എല്ലാവർക്കും ഇത് കിട്ടുക. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ. ഫാനുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് അത്യാവശ്യം എല്ലായിടത്തേക്കും വേണ്ട ഫാനുകളും കാര്യങ്ങളും കിട്ടിയിട്ടുള്ളത്. പിന്നെ ഓരോരുത്തരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ വേണ്ടത്, എനിക്കില്ലാത്തത് എന്താണ് എന്നുള്ളത് ചോദിച്ച് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
ചോദിക്കാത്തവരാണെങ്കിൽ പോലും എനിക്ക് ഇല്ലാത്ത സാധനങ്ങളാണ് കേട്ടോ ഓരോരുത്തരും കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. ഈ ഡിന്നർ സെറ്റുകളൊക്കെ ഓരോരുത്തർ തന്നതാണ്. അതുപോലെ ഈ 2 നോൺ സ്റ്റിക്കിൻ്റെ കുക്ക് വെയറുകളും, ഒരു കടായും നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി പോട്ടും, അതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഈ പാത്രങ്ങളും ഒക്കെ തന്നെ കേട്ടോ. ആ ട്രേകൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള, പിന്നെ ഈ കാസറോള് അതൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ ആ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഒരു സാധനം തന്നെ ഒരുപാട് കിട്ടിയതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഇതാണ് കേട്ടോ. എന്നോട് വീടിരിക്കലിന് കിട്ടിയ ഗിഫ്റ്റ് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റുകൾ കാണിക്കുമോ എന്ന് ചോദിച്ചാൽ അന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ തന്നെയാണ് കേട്ടോ എനിക്ക് വീടിരിക്കലിന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ഫാന്, അതുപോലെ തന്നെ കട്ടിൽ, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളും കാര്യങ്ങളും ഞാൻ അതിൻ്റെ നേരെ താഴെയുള്ള ഇവിടെ നമുക്ക് ആ ഒരു റാക്ക് ഉണ്ട്, അത് ഫുള്ളായിട്ട് നമുക്ക് സ്പേസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ താഴെയും മുകളിലൊക്കെ നമുക്ക് കബോർഡും കാര്യങ്ങളും ഉണ്ട്. ഇനി അവിടെയൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ തരംതിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മൺകലങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു ചിമ്നി ഭാഗത്താണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അവിടുന്ന് എടുത്തിട്ട് കബോർഡിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊന്ന് ഒതുക്കി വെച്ചപ്പോൾ ഒരുപാട് സ്ഥലം നമുക്ക് വീണ്ടും കിട്ടിയിട്ടോ. അത്യാവശ്യം സ്ഥലം നമുക്കല്ലാതെ ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ട് കിടക്കണത്. ഒന്ന് ഒതുക്കി വെക്കും കൂടെ ചെയ്തപ്പോൾ നമുക്ക് അത്യാവശ്യത്തിലധികം സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ആൾക്കാർ കാണുന്നിടത്തുനിന്ന് ആ മൺകലൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ചു. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയ നമ്മൾ പാത്രങ്ങൾ വെച്ചല്ലോ, അത് നമുക്ക് കിട്ടുന്ന രൂപത്തിൽ ആര് വന്നാലും നോക്കാൻ പറ്റുന്ന രീതിയിൽ, നോക്കിയാൽ കിട്ടുന്ന രീതിയിൽ വെച്ചു. പുട്ട്, ഇടിയപ്പം, നൂൽപുട്ട് അതിൻ്റെയൊക്കെ ഒരു ഐറ്റംസ് മേലെ മൊത്തത്തിൽ വെച്ചു. താഴെ ബീറ്റർ, എടുക്കാത്ത കുക്കർ, അതങ്ങനെ വെച്ചു. ഇതൊന്നും അങ്ങനെ എപ്പോഴും എടുക്കുന്ന പാത്രങ്ങളല്ല കേട്ടോ. അപ്പോൾ അത് ഒരൈറ്റം ആ ഒരു റാക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ചെമ്പട്ടി, അതുപോലെ അണ്ടാവ് എന്നിട്ട് നമ്മളതിന് പറയും. താഴത്തെ പ്ലാസ്റ്റിക് ഐറ്റംസ്, പാത്രങ്ങൾ, കൊട്ട, അങ്ങനെയുള്ളത്. ഇത് നമ്മൾ ഡെയിലി കുക്ക് ചെയ്യാൻ ഉപയോഗിക്കണ നോൺ സ്റ്റിക്കും കുക്കറും ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, അങ്ങനെ അതുകളാണ് കേട്ടോ. പിന്നെ ചിരവ, അതുപോലെ ചോറ് വെക്കണ മൺകലം, അങ്ങനെ ഐറ്റംസ് അതവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്നല്ല, പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാലും നമ്മളുടെ എപ്പോഴും എടുക്കുന്ന സാധനങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഏകദേശം നോക്കുമ്പോൾ മനസ്സിലാവും. എനിക്കങ്ങനെ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ പുറത്തൊന്നും വലിച്ചിടുന്നത്. ഞാൻ പാത്രം വെക്കണ സ്റ്റാൻഡ് ഉണ്ടാവുമല്ലോ സിങ്കിൻ്റെ മുകളിൽ, അതുപോലും ഞാൻ വെക്കാത്തത്. എനിക്കൊക്കെ പാടങ്ങനെ തൂങ്ങി നിൽക്കണ ഇഷ്ടമല്ല കേട്ടോ. ഇനി അവിടെ ഒരു കബോർഡ് പോലെ സ്റ്റാൻഡ് ഉള്ളിൽ കൊടുത്ത് അടപ്പൊക്കെ ഉള്ള ഒരു കബോർഡ് പോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഭാവിയിൽ ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ ആ ഒരു കുപ്പിയിലാക്കിയത്, കാക്കു കൊണ്ടുവന്നൊരു കുപ്പിയായിരുന്നു കേട്ടോ അത്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ കവറ്, ഹരിത കർമ്മസേനക്കാർ വരുമല്ലോ, അവർക്ക് കൊടുക്കേണ്ട കവറുകളൊക്കെ ഞാൻ ആ ഒരു കുപ്പിയിലാക്കി വെച്ചു. അപ്പോൾ എന്തായി, ആ കുപ്പി അവിടെ ഒരു ഒതുങ്ങി നിന്നോളും. ഇനിയിപ്പോൾ ഈ ഒരു ബക്കറ്റിലില്ലേ, ഞങ്ങളിപ്പോൾ 3 ആൾ, അപ്പോൾ അത്യാവശ്യം ഡെയിലി വേണ്ട പാത്രങ്ങൾ, സ്പൂണ്, കയ്യിൽ, ഗ്ലാസ്, അതൊക്കെ ഉള്ളൂ. അല്ലാതെ എക്സ്ട്രാ ഉള്ള കത്തി, കയ്യിലുകൾ, സ്പൂണുകൾ, ഫോർക്ക്, പ്ലാസ്റ്റിക്കിൻ്റെ മക്കളെ കപ്പുകൾ, നമ്മൾ അത്യാവശ്യം ഡെയിലി എടുക്കാത്ത സാധനങ്ങൾ, പാത്രം, അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ആ ഒരു ബക്കറ്റിലിടുക. എന്നാൽ പെട്ടെന്നൊന്ന് പോയിങ്ങാണ്ട് നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിന് എടുത്താൽ മതി. ഒക്കെ കൂടെ വലിച്ചു വാരി പുറത്ത് എടുത്തിട്ട് അതുകൊണ്ട് ഒരു കാര്യമല്ല. ആകെ കഴുകേണ്ട ഐറ്റംസും കൂടും, വൃത്തിയാക്കേണ്ടത് അതിനേക്കായും കൂടും കേട്ടോ. ഡെയിലി എടുക്കാത്ത സാധനങ്ങളാട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ചട്ടകം തന്നെ നമ്മളുടെ കയ്യിൽ 3-4 എണ്ണം അല്ലെങ്കിൽ 5-6 എണ്ണമൊക്കെ ഉണ്ടാകും. അതിൽ ഡെയിലി എടുക്കണത് പുറത്തേക്ക് വെച്ച് ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക, നമുക്കതൊന്നും കളയാനും പറ്റൂല. എപ്പോഴേലും ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ എടുത്തുങ്ങാണ്ട് ഇതുപോലെ ഒരു ബക്കറ്റിൽ എന്തിലേലും ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉപയോഗമാണ് കേട്ടോ. അതുപോലെ നമ്മളുടെ ഈ പീലറ്, പിന്നെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യണ ആ ഒരു സാധനം, അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ നമ്മളെപ്പോഴും എടുക്കണമെന്നല്ലല്ലോ. ഈ ജ്യൂസ് അരിപ്പ, അതൊക്കെ ഞാൻ അതിലാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പ് മൊത്തം ഒഴിവാക്കി ആ ഒരു വാൾ ടൈലും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും ഒക്കെ സോപ്പും വെള്ളമൊക്കെ തേച്ച്
ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് മൊത്തത്തിൽ ആ സോപ്പും വെള്ളമൊക്കെ അവിടെ നിന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കുകയാണ്. പിന്നെ ആ ഷെൽഫ് ഉണ്ടല്ലോ, കബോർഡ്, അതിൻ്റെ ആ വൈറ്റ് അടപ്പുണ്ടല്ലോ, അതൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ കൂടെ വീഡിയോ എടുക്കലും പാടാവുമ്പോൾ ഞാൻ പിന്നെ ഒന്ന് നീച്ചൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തു. ബാക്കിയൊക്കെ ഞാൻ ക്യാമറ ഓഫാക്കിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. അതാണ് കേട്ടോ സത്യാവസ്ഥ. അപ്പോഴേക്കും നല്ല പോലെ വിശന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ടൈം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി അകൊക്കെ അടിച്ചു വാരാനും തുടക്കാനും തിരുമ്പാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്തു, 2 പപ്പടവും കാച്ചി ഒരു തക്കാളിക്കറി ഉണ്ടാക്കി. തലേ ദിവസത്തെ പൂളക്കൂട്ടാനും ഉണ്ടായിരുന്നു. സെറ്റ്. ഇന്നിപ്പോൾ അത്രയ്ക്ക് മതിയായിരുന്നില്ലേ. എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കൂട്ടാനും കുസുവൊക്കെ ഉണ്ടാക്കി കണ്ട് ചോറ് കഴിക്കണം. ഇന്നിപ്പോൾ എന്തായാലും അങ്ങനെയൊന്നുമില്ല കേട്ടോ. പണിയാളടിയിൽ വിശപ്പടക്കാൻ എന്തെങ്കിലും ഒന്ന്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ അയാനക്കുട്ടീനെ കൊണ്ടാക്കിയിട്ടില്ല കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ അയാനക്കുട്ടിക്ക് ഇന്ന് രാവിലെ നീച്ചപ്പോൾ നല്ല ചുമ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓളെ കൊണ്ടാക്കിയില്ല. ഇനിയിപ്പോൾ അങ്ങനെ അടിച്ചു വാരലും തുടക്കലും തിരുമ്പലും മൊത്തത്തിൽ കിച്ചണത്തെ പണികളെല്ലാം അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കിച്ചണ് ആ പഴയ കിച്ചണാണേ തോന്നുന്നില്ല കേട്ടോ. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി, അറിയില്ലേ. ഇനിയിപ്പോൾ അത്യാവശ്യം നമ്മൾ നല്ല പോലെ ക്ഷീണിച്ച് കഴിഞ്ഞാലും അത് മൊത്തത്തിൽ ആ ഒരു രീതിയിൽ എന്താ പറയുക, നല്ല വൃത്തിയിൽ കാണുമ്പോൾ ആ ക്ഷീണമൊക്കെ അങ്ങ് പോകുമെന്ന് അറിയില്ലേ. അത് ഭാര്യയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇന്ന് ബറാത്ത് രാവല്ലേ, അപ്പോൾ മധുരം ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാൻ നെയ്യപ്പത്തിന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഉണ്ണിയപ്പാക്കാൻ വിചാരിച്ച് സായത്താത്തടയത്ത് പോയിട്ട് ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാന്ന് കേട്ടോ. ഉണ്ണിയപ്പാണെങ്കിൽ ഇന്ന് നല്ല പോലെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ഇതുവരെ എനിക്ക് ഇത്രയും പെർഫെക്റ്റായിട്ട് ഉണ്ണിയപ്പം കിട്ടിയിട്ടില്ല കേട്ടോ. അത്രയും പെർഫെക്റ്റായിട്ട് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മാവ് കുറച്ച് ലൂസായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു സെറ്റ് ഉണ്ടാവില്ല, കൊളാകും, എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മനസ്സിൽ വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ അടിപൊളിയാവുമെന്ന് വിചാരിക്കണത് ചിലപ്പോൾ തല തിരിച്ചിട്ടാകും. നേരെ മറിച്ച് ഇതിപ്പോൾ ഇന്നിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയി തീരുമെന്ന് വിചാരിക്കണത് നല്ല സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും അല്ലേ. അപ്പോൾ എന്തായാലും ഉണ്ണിയപ്പൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഉണ്ടാക്കി, പിന്നെ ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. കാരണം ഒക്കെ കൂടെ ഒരു ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയാവും കേട്ടോ. അപ്പോൾ പിന്നെ രാത്രി പിന്നെ ചോറൊക്കെ ബാക്കിയാകും, വെച്ച ചോറും കാര്യങ്ങളൊക്കെ ബാക്കിയാവും. അപ്പോൾ ഞാൻ കുറച്ചുണ്ടാക്കി, പിന്നെ വേണമെങ്കിൽ നാളെ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു മക്കൾക്ക്. ഇനിയിപ്പോൾ അതാ ഓരോ ട്രിപ്പായിട്ട് ഉണ്ണിയപ്പം അങ്ങനെ കോരിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഒരു 6 മണി ആ ഒരു ടൈമിലേക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു പണികളൊക്കെ ചെയ്യുന്നത്. ഇന്ന് രാവിലെ മുതൽക്ക് നിന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇന്ന് കിച്ചൺ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ണിയപ്പവും ഉണ്ടാക്കി നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായ കുടിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയുക, പിന്നെ അപ്പോഴേക്കും അതിനൊക്കെയുള്ള മൂഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നിനും വയ്യാന്നൊക്കെ തോന്നി. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. കിച്ചണ് ഞാനിനി മൊത്തത്തിൽ ചെയ്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗ്യാസിൻ്റെ ആ ഒരു ഏരിയയും ഒക്കെ ഞാനൊന്ന് എന്താ പറയുക റീ അറേഞ്ച് ചെയ്തിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പറയാമെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചൺ ഇതാ മൊത്തം സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറയില്ലേ മരണവേദനയാണെന്ന് പറഞ്ഞിട്ടും പ്രസവിച്ചിട്ട് പിന്നെ കുട്ടിയുടെ മുഖം കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം എന്ന് പറയില്ല, എന്ന പോലെയാണ് കേട്ടോ. വയ്യാന്ന് തോന്നിക്കഴിഞ്ഞാലും നമ്മൾ ക്ലീനിങ് മൊത്തം ചെയ്ത് പിന്നെ ആ ഒരു കിച്ചണ് നല്ല അടിപൊളിയായിട്ട് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയില്ലേ, അത് വേറെയാണ് കേട്ടോ. അത് എന്താ പറയുക, ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴേ നമുക്ക് എന്തും എന്താ പറയുക ആസ്വദിക്കാൻ കഴിയുള്ളൂ അറിയില്ലേ. അത് കഷ്ടപ്പാടാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യൽ നടക്കണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഷ്ടത്തോടെ ചെയ്തത് കൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ക്ലീനായി നീറ്റായിട്ട്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ, എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ. എൻ്റെ കിച്ചണിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ആക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, കമൻ്റ് ആക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. നനച്ചുള്ളിപ്പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസായിട്ട് ഞാൻ ഓരോ വ്ളോഗായിട്ട് ഇനിയും ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരേക്കും താങ്ക് യു.